അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഷിയർ സ്ട്രെങ്ത്തിൻ്റെ ഒരു ബ്രീഫ് ഇൻട്രൊഡക്ഷനിലേക്ക് പോവാം. Shear strength of soil mass is the internal resistance per unit area that the soil mass can offer to resist failure and sliding. അപ്പോൾ ഷിയർ സ്ട്രെങ്ത്, സോയിൽ മാസിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെയിലിയറിനും സ്ലൈഡിങ്ങിനും എഗെയിൻസ്റ്റ് ആയിട്ട്, അല്ലെങ്കിൽ ഫെയിലിയറും സ്ലൈഡിങ്ങിനും റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോയിലിൻ്റെ അകത്തുനിന്ന് ഇൻറ്റേർണലായിട്ട് കൊടുക്കുന്ന റെസിസ്റ്റൻസിനെയാണ് നമ്മൾ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. Shear failure of soil mass occurs when the shear stresses induced due to the applied compressive load exceed the shear strength of the soil. അപ്പോൾ ഒരു സോയിൽ മാസിൽ, സോയിൽ സ്ട്രക്ചറിൽ ഷിയർ ഫെയിലിയർ ഉണ്ടാകുന്ന എപ്പോഴാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്റ്റേണലായിട്ട് ഉണ്ടാകുന്ന കംപ്രസീവ് ലോഡ്, പുറത്തത്തെ ബിൽഡിങ് കൊണ്ടും മറ്റ് ലോഡ്സ്, എക്സ്റ്റേണൽ ലോഡ്സ് കൊണ്ടും സോയിലിലേക്ക് അപ്ലൈ ചെയ്തേക്കുന്ന കംപ്രസീവ് ലോഡ് സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത്തിനെ എക്സീഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ സോയിലിൽ ഷിയർ ഫെയിലിയർ ഒക്കർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഹെൻസ് ഇറ്റ് ഈസ് ദ മാക്സിമം ഷിയർ സ്ട്രെസ് ബിഫോർ ഫെയിലിയർ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഷിയർ സ്ട്രെങ്ത്ത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെയിലിയർ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ സോയിലിലുള്ള ഷിയർ സ്ട്രെസ്സിനെയാണ് നമ്മൾ ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. ഫെയിലിയർ സംഭവിക്കുന്നതിന് തൊട്ട് മുമ്പ് ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെസ് എത്രയാണോ അതിനെയാണ് നമുക്ക് ആ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് എന്ന് പറയുന്നത്. The failure occurs by relative movement of particles and not by breaking of particles. അപ്പോൾ സോയിലിൻ്റെ അകത്ത് ഷിയർ ഫെയിലിയർ ഉണ്ടാകുന്നത് ഈ സോയിൽ പാർട്ടിക്കിൾ പൊടിഞ്ഞു പോയിട്ടല്ല, പകരം സോയിൽ പാർട്ടിക്കിൾസിൻ്റെ റിലേറ്റീവ് മൂവ്മെൻ്റ് ആണ്. ഇപ്പോൾ റിലേറ്റീവ് മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഇത് ഗ്രൗണ്ട് ലെവലാണ്. ഇപ്പോൾ നമ്മളൊരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തു, നമ്മൾ ലോഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഫെയിലിയർ ഉണ്ടാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ഈ രീതിയിൽ ക്രാക്ക് ചെയ്ത് മൊത്തത്തിൽ സ്ലൈഡ് ചെയ്ത് പുറത്തേക്ക് പോകും. അപ്പോൾ ഈ മെമ്പർ എന്ത് ചെയ്യും, ഇത് താഴത്തേക്കും വരും. അപ്പോൾ ആ രീതിയിൽ സോയിൽ പാർട്ടിക്കിൾസിൻ്റെ റിലേറ്റീവ് മൂവ്മെൻറ്റ്സ് കൊണ്ടാണ് ഷിയർ ഫെയിലിയർ ഉണ്ടാകുന്നത്, അല്ലാതെ ഇൻഡിവിജ്വൽ സോയിൽ പാർട്ടിക്കിൾസ് ബ്രേക്ക് ചെയ്യുന്നതല്ല. ഷിയർ സ്ട്രെങ്ത് ഈസ് ദ മോസ്റ്റ് കോംപ്ലക്സ് ആൻഡ് പ്രിൻസിപ്പൽ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടി വിച്ച് കൺട്രോൾസ് ദ സ്റ്റെബിലിറ്റി ഓഫ് സോയിൽ മാസ് അണ്ടർ ലോഡ്സ്. അപ്പോൾ ഷിയർ സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളതും എന്നാൽ നമ്മുടെ എഞ്ചിനീയറിംഗ് പ്രോപ്പർട്ടിയിൽ വളരെ പ്രിൻസിപ്പൽ ആയിട്ടുള്ളതുമാണ്. ഈ ഒരു ഷിയർ സ്ട്രെങ്ത് ആണ് നമ്മുടെ സോയിൽ മാസിൻ്റെ സ്റ്റെബിലിറ്റീനെ കൺട്രോൾ ചെയ്യുന്നത്. ലോഡ്സ് വരുമ്പോൾ സോയിൽ മാസിൻ്റെ സ്റ്റെബിലിറ്റിയെ കൺട്രോൾ ചെയ്യുന്ന ഒരു മെയിൻ ഫാക്ടർ. ഇറ്റ് ഗവേൺസ് ദ ബെയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, സ്റ്റെബിലിറ്റി ഓഫ് സ്ലോപ്സ്, എർത്ത് പ്രഷർ ഓൺ റീറ്റെയിനിങ് സ്ട്രക്ചേഴ്സ് ആൻഡ് മെനി അതർ പ്രോബ്ലംസ്. അപ്പോൾ നമുക്ക് പ്രാക്ടിക്കൽ കേസിൽ നമ്മൾ കണ്ടുവരുന്ന ഒരുപാട് GT റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോയിലിൻ്റെ ബെയറിംഗ് കപ്പാസിറ്റി, അതേപോലെ സ്ലോപ്സ്, കുന്നിൻ ചെരുവുകളുടെ അതിൻ്റെ സ്റ്റെബിലിറ്റി, എർത്ത് പ്രഷർ ഓൺ റീറ്റെയിനിങ് വാൾ, നമ്മൾ റോഡിൻ്റെ സൈഡിലൊക്കെ റീറ്റെയിനിങ് വാൾ കെട്ടിയത് കാണാറുണ്ട്. അപ്പോൾ അതിൽ വരുന്ന എർത്ത് പ്രഷർ ആൻഡ് മെനി അതർ പ്രോബ്ലംസ്. ഈ എല്ലാ പ്രോബ്ലംസിനെയും ഗവേൺ ചെയ്യുന്നത് ഈ സോയിലിൻ്റെ ഷിയർ സ്ട്രെങ്ത് ആണ്. സോയിൽ റെസിസ്റ്റ് ഫെയിലിയർ ബൈ ഫ്രിക്ഷൻ, ഇൻ്റർലോക്കിംഗ് ആൻഡ് സിമെൻറ്റേഷൻ ഓഫ് പാർട്ടിക്കിൾസ്. ഈ സോയിൽ ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സോയിൽ തമ്മിലുള്ള ഫ്രിക്ഷൻ, സോയിൽ തമ്മിലുള്ള ഇൻ്റർലോക്കിംഗ്, അതേപോലെ സോയിലിൻ്റെ ആ ഒരു സിമെൻറ്റേഷൻ പ്രോപ്പർട്ടീസ് വഴിയാണ് നമ്മൾ ഈ ഫെയിലിയറിനെ റെസിസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഒരു ഷിയർ സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ തിയറി എന്ന് പറയുന്നത്. ഇനി അടുത്ത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ളത് പ്രിൻസിപ്പൽ പ്ലെയിൻ, പ്രിൻസിപ്പൽ സ്ട്രെസ്സസ് ആണ്. ഇത് 3 മാർക്കിൻ്റെ എ പാർട്ട് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് ഓൾറെഡി നമ്മൾ S3 മെക്കാനിക്സ് ഓഫ് സോളിഡിൽ പഠിച്ച കൺസെപ്റ്റും തിയറിയുമാണ്. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ട്, പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഉണ്ട്. ദ പ്ലെയിൻ ഓൺ വിച്ച് ഷിയർ സ്ട്രെസ്സസ് ആർ 0 ഈസ് കോൾഡ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ഏത് പ്ലെയിനിലാണോ ഷിയർ സ്ട്രെസ് നമ്മൾ ടോ ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ടോ ഈസ് ഈക്വൽ ടു 0, ഷിയർ സ്ട്രെസ് 0 ആവുന്ന പ്ലെയിനെ നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയും. അപ്പോൾ പ്രിൻസിപ്പൽ പ്ലെയിനിൽ തന്നെ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഉണ്ട്. ദ പ്ലെയിൻ വിത്ത് മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആൻഡ് 0 ഷിയർ സ്ട്രെസ് ഈസ് കോൾഡ് മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ ഏത് പ്ലെയിനിലാണോ സ്ട്രെസ് എന്ന് പറയുമ്പോൾ സോയിലിൻ്റെ സ്ട്രെസ് നമ്മൾ കംപ്രസീവ് സ്ട്രെസ് ആയിട്ടാണ് എടുക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിവിടെ കോമൺ സ്ട്രെസ് എന്ന് എഴുതാതെ കംപ്രസീവ് സ്ട്രെസ് എന്ന് എടുത്ത് പറഞ്ഞേക്കുന്നത്. അപ്പോൾ സോയിലിൻ്റെ കേസിൽ എടുക്കുന്നില്ല, കംപ്രസീവ് സ്ട്രെസ് ആണ് സോയിലിൻ്റെ അകത്തേക്ക് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞു. ഇതേ പ്രിൻസിപ്പൽ പ്ലെയിനിൽ തന്നെ മാക്സിമം കംപ്രസീവ് സ്ട്രെസ് ആക്ട് ചെയ്യുന്നതും ഷിയർ സ്ട്രെസ് 0 ആയിട്ടുള്ള ആ ഒരു സിംഗിൾ പ്ലെയിനെയാണ് നമ്മൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എന്തായിരിക്കും, സ്ട്രെസ് മാക്സിമം ആയിരിക്കും, ഷിയർ സ്ട്രെസ് 0 ആയിരിക്കും. ദ സ്ട്രെസ് in major principal plane is called major principal stress sigma 1.
അപ്പോൾ മേജർ പ്ലെയിൻ എന്താണെന്ന് പറഞ്ഞു. ഇനി ഈ മേജർ പ്രിൻസിപ്പിൾ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ മേജർ പ്രിൻസിപ്പിൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ സിഗ്മ 1 എഴുതി ചെയ്യുന്നത്. അടുത്തത് മൈനർ പ്രിൻസിപ്പിൾ പ്ലെയിൻ. അത് നമ്മൾ നേരത്തെ പറഞ്ഞതിൻ്റെ കുറച്ച് ഓപ്പോസിറ്റ്, അതായത് ദ പ്ലെയിൻ വിത്ത് മിനിമം കംപ്രസീവ് സ്ട്രെസ്. നേരത്തെ മാക്സിമം വരുന്നെങ്കിൽ ഇവിടെ മിനിമം ആണ്. ദ പ്ലെയിൻ വിത്ത് മിനിമം കംപ്രസീവ് സ്ട്രെസ് ആൻഡ് 0 ഷിയർ സ്ട്രെസ്. അപ്പോൾ അവിടെയും ഇവിടെയും ഷിയർ സ്ട്രെസ് 0 ആണ്. ഓക്കെ, അപ്പോൾ മൈനർ പ്രിൻസിപ്പിൾ പ്ലെയിൻ എന്ന് പറയുമ്പോൾ ദ പ്ലെയിൻ വിത്ത് മിനിമം കംപ്രസീവ് സ്ട്രെസ് ആൻഡ് 0 ഷിയർ സ്ട്രെസ് ഈസ് കോൾഡ് മൈനർ പ്രിൻസിപ്പിൾ പ്ലെയിൻ. ഇനി എന്താണ് ഈ മൈനർ പ്രിൻസിപ്പിൾ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയാണ് നമ്മൾ മൈനർ പ്രിൻസിപ്പിൾ സ്ട്രെസ് എന്ന് പറയുന്നത്. അപ്പോൾ ദ സ്ട്രെസ് acting in minor principal plane is called minor principal stress and it is notated by sigma 3. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് സിഗ്മ 1 എന്നും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് സിഗ്മ 3 എന്നും പറയും. ഇനി ഇത് കൂടാതെ നമുക്ക് ഒരെണ്ണം കൂടിയുണ്ട്, ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻ. അപ്പോൾ മേജർ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പൽ പ്ലെയിനും മൈനർ ആയിട്ടുള്ള പ്രിൻസിപ്പൽ പ്ലെയിനിൻ്റെയും ഇടയ്ക്കുള്ള ഏത് പ്ലെയിനെയും നമുക്ക് ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻസ് എന്ന് പറയാം. ദ പ്ലെയിൻ വിച്ച് ഈസ് സബ്ജക്റ്റഡ് ടു എ സ്ട്രെസ് ഇൻഡിക്കേറ്റഡ് ടു സിഗ്മ 1 ആൻഡ് സിഗ്മ 3. The plane which is subjected to a stress intermediate to sigma 1 and sigma 3 is called intermediate principal plane. ഓക്കെ, അപ്പോൾ നമുക്കൊരു മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 ഈ ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോ, നമുക്ക് ഈ ഒരു ഡയറക്ഷനിൽ സിഗ്മ 3 ആക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചു. ഇതിൻ്റെ ഇടയിൽ ഒരുപാട് സ്ട്രെസ്സുകളുണ്ട് അല്ലേ, മാക്സിമം മിനിമം അല്ലാത്ത ഒരുപാട് സ്ട്രെസ്സുകൾ ആക്ട് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ സിഗ്മ 1നും സിഗ്മ 3നും ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സുകളുള്ള പ്ലെയിനെയാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത്. ദ സ്ട്രെസ് ഇൻ ദിസ് പ്ലെയിൻ ഈസ് കോൾഡ് ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ്. അതിനെ നമ്മൾ സിഗ്മ 2 എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് സിഗ്മ 1ഉം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് സിഗ്മ 3യും. ഇത് രണ്ടുമാണ് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ളത്. ഇത് രണ്ടുമാണ് പ്രൈമറി ഫാക്ടർ, കാരണം ഏറ്റവും വലുതും ഏറ്റവും ചെറുതുമാണ്. ഇത് കൂടാതെ നമുക്കുള്ളത് ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. അത് നമ്മൾ സിഗ്മ 2 എന്നാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 3 ആർ മോർ റിലവൻറ്റ്. സോയിലിൻ്റെ കേസിൽ സിഗ്മ 1ഉം സിഗ്മ 3യും ആണ് ഏറ്റവും കൂടുതൽ റിലവൻ്റ് ആയിട്ടുള്ളത്. ഇനി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സിഗ്മ 1 ആൻഡ് സിഗ്മ 3. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും തമ്മിലുള്ള റിലേഷൻ ഇതാണ്. സിഗ്മ 1 is equal to സിഗ്മ 3 tan സ്ക്വയർ 45 plus 5/2 plus 2c into tan 45 plus 5/2. ഇതിൻ്റെ അകത്ത് സിഗ്മ 1 മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും സിഗ്മ 3 മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ആണ്. ഇനി ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ വന്നേക്കുന്നത് ഇവിടെ ഒരു സി ഉണ്ട് അല്ലേ. സി ഓൾറെഡി നമുക്ക് അറിയാം എന്താണെന്ന്. സി എന്ന് പറഞ്ഞാൽ കൊഹിഷൻ ഓഫ് സോയിലാണ്. അതിൻ്റെ യൂണിറ്റ് കിലോ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. ഇനി അടുത്തത് ഫൈ. ഇവിടെ ഒരു ഫൈ ഉണ്ട്, ഇവിടെ ഒരു ഫൈ ഉണ്ട്. ഫൈ എന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻറ്റേർണൽ ഫ്രിക്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തത് ഈ ഒരു സിംഗിൾ ടേം ടാൻ്റെ കൂടെ വന്നേക്കുന്ന ഈ ഒരു സിംഗിൾ ടേം 45 plus 5/2 ആണ്. അപ്പോൾ 45 plus 5/2 എന്ന് വെച്ചാൽ ആംഗിൾ ഓഫ് ഇൻക്ലൈൻഡ് പ്ലെയിൻ വിത്ത് ദ മേജർ ആക്സിസ്. ഇൻക്ലൈൻഡ് പ്ലെയിനും മേജർ ആക്സിസുമായിട്ടുള്ള ആംഗിളാണ് ഈ 45 plus 5/2. അപ്പോൾ ആ രീതിയിൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1ഉം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 3യും തമ്മിലുള്ള റിലേഷൻ ചോദിച്ചാൽ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. ഈ ഇക്വേഷനിൽ ചിലപ്പോൾ ന്യൂമറിക്കൽ പ്രോബ്ലം ആയിട്ട് സിഗ്മ 1ഉം സിഗ്മ 3യും തരും. ചിലപ്പോൾ സോയിലിൻ്റെ കോഹിഷൻ കണ്ടുപിടിക്കാനായിരിക്കും, അല്ലെങ്കിൽ സോയിലിൻ്റെ ആംഗിൾ ഓഫ് ഫ്രിക്ഷൻ കണ്ടുപിടിക്കാനൊക്കെ ആയിരിക്കും. അപ്പോൾ ഇക്വേഷൻ കാണാപ്പാടം പഠിക്കുക ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഇനി നമ്മൾ മോസിൽ പഠിച്ച പോലെ സോയിൽ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സോയിൽ പാർട്ടിക്കിൾ എടുത്താൽ ഇതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 എന്നിരിക്കട്ടെ, ഇതാണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 3 എന്നിരിക്കട്ടെ. എന്തുകൊണ്ടാണ് ഞാൻ ആരോസ് എല്ലാം ഇൻവേർഡ് കൊടുത്തത്? കാരണം നമുക്ക് കംപ്രസീവ് സ്ട്രെസ്സാണ് സോയിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് എല്ലാം ഞാൻ ഇൻവേർഡ് ആരോ ആയിട്ട് കാണിച്ചത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്. ഇനി നമ്മൾ മോസിൽ പഠിച്ചേക്കുന്ന പോലെ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻക്ലൈൻഡ് പ്ലെയിൻ, ഒബ്ലിക് പ്ലെയിൻ ആയിട്ട് എ ബി എന്ന് പറയുന്ന ഒരു പ്ലെയിൻ വിച്ച് ഈസ് ഇൻക്ലൈൻഡ് അറ്റ് ആൻ ആംഗിൾ തീറ്റ വിത്ത് ദ ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ഡിഗ്രി ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു എ ബി എന്ന് പറയുന്ന പ്ലെയിൻ. ഈ എ ബി എന്ന് പറയുന്ന പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് സിഗ്മയും നോർമൽ സ്ട്രെസ് സിഗ്മയും ഷിയർ സ്ട്രെസ് ടോയും ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ടോപ്പിക്കാണ് നമ്മൾ അടുത്ത് ഡീൽ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ സ്ട്രെസ് ഓൺ ഒബ്ലിക് പ്ലെയിൻ. If the element is subjected only normal stress sigma 1 and sigma 3 on vertical and horizontal plane, then normal stress sigma and shear stress tau on oblique plane
അറ്റ് തീറ്റ ഇൻ ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷൻ വിത്ത് റെസ്പെക്ട് ടു ഹൊറിസോണ്ടൽ. അപ്പോൾ ആദ്യം ഞാൻ ആ കൺസെപ്റ്റ് പറയാം. അപ്പോൾ നമ്മളൊരു സോയിൽ പാർട്ടിക്കിൾ എടുക്കുകയാണ്, ചെറിയൊരു സോയിൽ പാർട്ടിക്കിൾ എടുത്തു. ഇപ്പോൾ ഈ റെക്റ്റാങ്കിളായിട്ട് ഞാൻ കാണിച്ചേക്കുന്നത് സോയിൽ പാർട്ടിക്കിളാണെന്ന് വിചാരിച്ചു. ഈ സോയിൽ പാർട്ടിക്കിളിൽ നിന്ന് ഇതിൽ ആക്ട് ചെയ്യുന്ന മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സാണ് σ1, ഞാൻ ഇവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ഓക്കെ, ഇതാണ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ3. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് വേണ്ടത് ഏതെങ്കിലും ഒരു ഒബ്ലിക് പ്ലെയിൻ. ഇതിൻ്റെ അകത്ത് ഒരുപാട് പ്ലെയിൻസ് നമുക്ക് എടുക്കാം അല്ലേ, ഒരുപാട് പ്ലെയിൻസ് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറിസോണ്ടലുമായിട്ട്, ഇതാണ് ഹൊറിസോണ്ടലുമായിട്ട് തീറ്റ ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ. അതിന് നമുക്ക് എ ബി എന്നുള്ള പ്ലെയിനായിട്ട് എടുക്കാം. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ്സ് സിഗ്മയും ഷിയർ സ്ട്രെസ്സ് ടോയും. ഇത് കൂടാതെ നമുക്ക് എന്തുകൂടി വേണം, ഈ സിഗ്മയും ടോയും കൂടി ഉണ്ടാകുന്ന റിസൾട്ടൻ സ്ട്രെസ് അല്ലേ. അപ്പോൾ ഇങ്ങനെ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ റിസൾട്ടൻ സ്ട്രെസ് എങ്ങനെയായിരിക്കും, ഈ രീതിയിലായിരിക്കും ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിഗ്മ കണ്ടുപിടിക്കാനുണ്ട്, ടോ കണ്ടുപിടിക്കാനുണ്ട്, അത് തമ്മിലുള്ള റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനുണ്ട്. ഇനി എന്തുണ്ട്, ഈ റിസൾട്ടൻറ്റും സിഗ്മയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ന്യൂമറിക്കൽ പ്രോബ്ലംസിൽ സോൾവ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ ഫിഗർ ഷോസ് എ പ്ലെയിൻ വിച്ച് ഈസ് പെർപെൻഡിക്കുലർ ടു ദ ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻസ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് പ്രിൻസിപ്പൽ പ്ലെയിൻസിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള പ്ലെയിൻസ് ആണ് ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു സോയിൽ പാർട്ടിക്കിൾ എടുത്തു. സോയിൽ പാർട്ടിക്കിളിൻ്റെ അടുത്ത് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ1, അതിൻ്റെ അകത്തോട്ട് പോയിരിക്കുന്ന ഡോട്ടർ ലൈനാണ് ഇതിൻ്റെ അകത്ത് കാണിച്ചേക്കുന്നത്. ഇനി അടുത്ത മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് σ3, ഇത് രണ്ടും ഞാൻ മാർക്ക് ചെയ്തു. ഓക്കെ, ദ മേജർ ആൻഡ് മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് കട്ട് ഓൺ ദിസ് പ്ലെയിൻ. ഈ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഈ പ്ലെയിനിലാണ് കട്ട് ചെയ്യുന്നത്. ദ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഈസ് ഹൊറിസോണ്ടൽ. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഹൊറിസോണ്ടലാണ്. അതെങ്ങനെയാണ്, ഇതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് അല്ലേ. മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ഇതാണ്, ഇത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഇതാണ്, ശരിയല്ലേ. ഇത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഇതാണ്. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് വെർട്ടിക്കലാണെങ്കിലും അത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ എന്താണ്, ഹൊറിസോണ്ടൽ പ്ലെയിനിലാണ് അത് ആക്ട് ചെയ്യുന്നത്. ആൻഡ് ദ മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ ഈസ് വെർട്ടിക്കൽ. ഇതെങ്ങനെയാണ് വെർട്ടിക്കലായത്, മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് എന്ന് വെച്ചാൽ ഇതാണ് σ3 ആണ് അല്ലേ. പക്ഷേ അത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇതാണ്, ഈ പ്ലെയിനിലാണ് ഈ σ3 ആക്ട് ചെയ്യുന്നത്. അപ്പോൾ σ3 ഹൊറിസോണ്ടലായിട്ടാണ് ആക്ട് ചെയ്യുന്നതെങ്കിലും മൈനർ പ്രിൻസിപ്പൽ പ്ലെയിൻ അത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ പ്ലെയിനാണ്. അപ്പോൾ അതിലൊന്നും നിങ്ങൾ കൺഫ്യൂഷൻ ആക്കിയൊന്നും വേണ്ട, ജസ്റ്റ് ഇവിടെ തിയറി പറഞ്ഞു എന്നുള്ളൂ. σ1 ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഹൊറിസോണ്ടൽ പ്ലെയിനാണ്, σ3 ആക്ട് ചെയ്യുന്ന പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനാണ്. ലെറ്റ് us കൺസിഡർ എ പ്ലെയിൻ എ ബി ഇൻക്ലൈൻഡ് അറ്റ് തീറ്റ വിത്ത് ദ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ എ സി. ഓക്കെ, അപ്പോൾ σ1 ഇതാണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, അത് ആക്ട് ചെയ്യുന്ന പ്ലെയിൻ ഇതാണ്. അപ്പോൾ അതേ പ്ലെയിനായിട്ട് നമുക്ക് ഇവിടെ ഒരു എ സി എന്ന് പറയുന്നൊരു പ്ലെയിൻ കൺസിഡർ ചെയ്യാം. അപ്പോൾ മേജർ പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിട്ടുള്ള ഈ എ സിയുമായിട്ട് ഒരു തീറ്റ ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലെയിൻ നമ്മൾ കൺസിഡർ ചെയ്തു സോൾവ് ചെയ്യാൻ വേണ്ടി. ഈ പ്ലെയിനെ ഞാൻ എ ബി എന്ന് മാർക്ക് ചെയ്തു, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ബി എന്ന് മാർക്ക് ചെയ്തു. ഇനി ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ആയിട്ടുള്ള സിഗ്മ നമുക്ക് കണ്ടുപിടിക്കണം. അതേപോലെ ഇതിലൂടെ പാസ് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ടോ എത്രയാണെന്ന് നമുക്ക് കണ്ടുപിടിക്കണം. ഇത് കൂടാതെ നമുക്കിതിൻ്റെ റിസൾട്ടൻറ്റ്, ഈ സിഗ്മയുടെയും ടോയുടെയും റിസൾട്ടൻ്റായിട്ട് ആർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അതും കൂടാതെ അപ്പോൾ സിഗ്മ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇവിടെ ആക്ട് ചെയ്യുന്ന ടോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം, ഇതിൻ്റെ റിസൾട്ടൻ്റായിട്ട് വരുന്ന ആർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇനി ആറും സിഗ്മയും തമ്മിലുള്ള ആംഗിൾ ബീറ്റ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇത്രയും കാര്യങ്ങളാണ് ഈ ഫിഗറിൽ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ സിഗ്മയുടെ ഇക്വേഷൻ അറിയണം, ടോയുടെ ഇക്വേഷൻ അറിയണം. അപ്പോൾ സിഗ്മയുടെ ടോയുടെ ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി, സ്ക്വയർ റൂട്ട് ഓഫ് ടോ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ അല്ലേ. ഇത് സിഗ്മയും ഇത് ടോയും ആണ്. ഇതിൻ്റെ റിസൾട്ടൻ്റ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പൈത്തഗോറസ് തിയറമായിട്ട് ടോ സ്ക്വയർ പ്ലസ് സിഗ്മ സ്ക്വയർ അല്ലെങ്കിൽ തിരിച്ചിടാം, സിഗ്മ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ ആണ്. ബീറ്റ കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്യാം. അപ്പോൾ അനാലിറ്റിക്കൽ മെത്തേഡിൽ ഇക്വേഷൻ ഉണ്ട്, ഇതിൻ്റെ ഗ്രാഫിക്കൽ മെത്തേഡാണ് മോർ സർക്കിൾ മെത്തേഡ്. അത് നമ്മൾ അടുത്ത ലെക്ചറിൽ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ പാരാമീറ്റേഴ്സാണ് നമുക്ക് കണ്ടുപിടിക്കാനായിട്ടുള്ളത്. ഓക്കെ, ഇനി നമുക്കതിൻ്റെ അനാലിറ്റിക്കൽ ഫോർമുല നോക്കാം. അപ്പോൾ ഈ എ ബി എന്ന് പറയുന്ന ഈ ഒരു പ്ലെയിനിൽ, എ ബി എന്ന് പറയുന്ന ഈ ഒരു ഒബ്ലിക് പ്ലെയിൻ തീറ്റ ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒബ്ലിക് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് സിഗ്മ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് ഇത്. σ1 പ്ലസ് σ3/2 പ്ലസ് σ1 മൈനസ് σ3/2 ഇൻറ്റു കോസ് 2 തീറ്റ. ഇതിനകത്ത് σ1ഉം σ2 എന്താണ്, σ1 എന്ന് പറഞ്ഞാൽ മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്,
സിഗ്മ 3 എന്ന് പറഞ്ഞാൽ മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്. അപ്പോൾ ഇതെപ്പോഴും ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് തന്നേക്കുന്നതിൽ ഏറ്റവും വലിയ വാല്യൂ ആയിരിക്കും സിഗ്മ 1, തന്നേക്കുന്നതിൽ ചെറിയ വാല്യൂ ആയിരിക്കും സിഗ്മ 3 ഇൻറ്റു കോസ് 2 തീറ്റ. അപ്പോൾ നമുക്ക് തീറ്റ ഡിഗ്രിയിൽ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള പ്ലെയിൻ ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് 2 തീറ്റയാണ്. ഇനി ഈ എ ബി എന്ന് പറയുന്ന പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഷിയർ സ്ട്രെസ് ടോ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ ടോ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണിത്. സിഗ്മ 1 മൈനസ് സിഗ്മ 3/2 ഇൻറ്റു സൈൻ 2 തീറ്റ. ഓക്കെ, അപ്പോൾ എ ബി എന്ന് പറയുന്ന ഒബ്ലിക് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് സിഗ്മയും ഷിയർ സ്ട്രെസ് ടോയും കിട്ടി. ഇനി ഇതിൻ്റെ അകത്ത് വരുന്ന റിസൾട്ടൻറ്റ് ആർ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? റിസൾട്ടൻറ്റ് ആർ ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ സ്ക്വയർ പ്ലസ് ടോ സ്ക്വയർ. പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. ഹൈപ്പോട്ടന്യൂസ് ഇസ് ഈക്വൽ ടു ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ. ഇനി ഇതിൻ്റെ ഇടയിൽ നമുക്കൊരു ബീറ്റ എന്ന് പറയുന്ന ആംഗിളുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഒരു ഒബ്ലിക് പ്ലെയിനിലുള്ള സ്ട്രെസ്സായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഓക്കെ, ഇത് വെച്ചിട്ട് നമ്മൾ ഇതിനെ തന്നെ നമുക്ക് ഈ സിഗ്മ കണ്ടുപിടിക്കാനും, ഇപ്പോൾ നമ്മളിവിടെ സിഗ്മ കണ്ടുപിടിക്കാനും ടോ കണ്ടുപിടിക്കാനൊക്കെ നമ്മൾ അനലിറ്റിക്കൽ ഫോർമുലയാണ് യൂസ് ചെയ്തത്. ആർ കണ്ടുപിടിക്കാനും പിന്നെ അതിൻ്റെ ആംഗിൾ ബീറ്റ കണ്ടുപിടിക്കാനും. അപ്പോൾ ഇത് തന്നെ നമുക്ക് മോർ സർക്കിൾ വെച്ചിട്ട് ഫിഗർ വരച്ചിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ S3 മെക്കാനിക്സ് ഓഫ് സോളിഡ് പഠിച്ചപ്പോൾ ഉള്ള അതേ മെത്തേഡ് തന്നെയാണ്. മോർ സർക്കിൾ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ഓഫ് സ്ട്രെസ് ഓൺ എ പ്ലെയിൻ. ഒരു പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ്സിനെയൊക്കെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന മെത്തേഡിനെയാണ് നമ്മൾ മോർ സർക്കിൾ മെത്തേഡ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഹൊറിസോണ്ടലായിട്ട് എടുക്കുന്ന ആക്സിസ്, നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് എടുക്കുന്ന ആക്സിസ് എന്ന് പറഞ്ഞാൽ നോർമൽ സ്ട്രെസ് ആയിരിക്കും. അപ്പോൾ ഹൊറിസോണ്ടൽ ആക്സിസിൽ സിഗ്മ ആയിരിക്കും നമ്മൾ പ്ലോട്ട് ചെയ്യുന്നത്. ഇനി അടുത്തത് വെർട്ടിക്കൽ ആക്സിസ്. ഈ ഒരു വെർട്ടിക്കൽ ആക്സിസിൽ നമ്മൾ ഷിയർ സ്ട്രെസ് ടോ ആയിരിക്കും പ്ലോട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ പറയുന്നുണ്ട്. എങ്കിൽ ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. നിങ്ങൾ കഴിഞ്ഞ മോസിൽ പഠിച്ചതാണെങ്കിലും ജസ്റ്റ് ഒരു ഓവർവ്യൂ പറയാം. അപ്പോൾ എപ്പോഴും നമ്മുടെ എക്സ് ആക്സിസ് ഇങ്ങനെ വരച്ചു, വൈ ആക്സിസ് ഇങ്ങനെ വരച്ചു, ഒറിജിൻ O ആയിട്ട് എടുത്തു. ഇനി സോയിലിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും കംപ്രസീവ് സ്ട്രെസ്സാണ് മാർക്ക് ചെയ്യാനുള്ളത് അല്ലേ? സോയിലിൻ്റെ കേസിൽ നമുക്ക് എപ്പോഴും കംപ്രസീവ് സ്ട്രെസ്സാണ് മാർക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ കംപ്രസീവ് സ്ട്രെസ് നമ്മൾ പോസിറ്റീവ് സൈഡിലും ടെൻസൈൽ സ്ട്രെസ് നമ്മൾ ലെഫ്റ്റ് സൈഡിലുമായിട്ടാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒറിജിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ കംപ്രസീവ് സ്ട്രെസ്സും ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ടെൻസൈൽ സ്ട്രെസ്സുമാണ് പ്ലോട്ട് ചെയ്യുന്നത്. അപ്പോൾ സോയിലിൻ്റെ കേസിൽ എപ്പോഴും എന്തായിരിക്കും? ഒറിജിൻ്റെ റൈറ്റ് സൈഡിൽ പ്ലോട്ട് ചെയ്താൽ മതി. കാരണം സോയിലിൽ എപ്പോഴും കംപ്രസീവ് സ്ട്രെസ്സാണ് വരുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയായിരിക്കും ഗിവൺ ഡാറ്റ? നമുക്ക് ഗിവൺ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിഗർ തന്നെയാണ്. നമുക്ക് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിട്ട് സിഗ്മ 1ഉം മൈനർ പ്രിൻസിപ്പൽ സ്ട്രെസ് ആയിട്ട് സിഗ്മ 3 തന്നിട്ടുണ്ടാവും. പിന്നെ ഈ ഹൊറിസോണ്ടലായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ തീറ്റയാണെന്നും പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന ഒബ്ലിക് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സിഗ്മ ടോ, ഇതിൻ്റെ റിസൾട്ടൻറ്റ്, അതിൻ്റെ ആംഗിൾ ബീറ്റ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും പ്ലോട്ട് ചെയ്തു. O എന്ന് പറയുന്ന ഒറിജിൻ മാർക്ക് ചെയ്തു. ഇവിടെ സിഗ്മയും ഇവിടെ ടോയുമാണ് പ്ലോട്ട് ചെയ്യേണ്ടതെന്ന് അറിയാം. ഇനി ഫസ്റ്റ് മാർക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സിഗ്മ 1 മാർക്ക് ചെയ്യാം. സിഗ്മ 1. അപ്പോൾ സിഗ്മ 1 ചിലപ്പോൾ നമുക്ക് 130 എന്നൊക്കെ പറഞ്ഞൊക്കെ വലിയ വാല്യൂ ആയിരിക്കും തരുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ സ്കെയിൽ ചെയ്യണം. നമ്മുടെ ബുക്കിൽ വരക്കാൻ പറ്റിയ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ 130 Nm/mm² ആണ് തന്നേക്കുന്നതെങ്കിൽ നമുക്കതിനെ 13 സെൻറ്റിമീറ്റർ ആയിട്ട് വരക്കാം. 13 സെൻറ്റിമീറ്റർ. അപ്പോൾ സ്കെയിൽ എന്തായിരിക്കും? നമ്മൾ 1 സെൻറ്റിമീറ്ററിനെ 10 Nm/mm² ആയിട്ടാണ് സോൾവ് ചെയ്യുന്നത്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെ നമ്മൾ മോസിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. സിഗ്മ 1 എന്ന് പറഞ്ഞാൽ 100 ആണെങ്കിൽ നമുക്കിതിനെ ഒരു 10 സെൻറ്റിമീറ്റർ ആയിട്ട് വരക്കാം. അപ്പോൾ ആദ്യം സിഗ്മ 1 പ്ലോട്ട് ചെയ്യണം. സോ സിഗ്മ 1 പ്ലോട്ട് ചെയ്യാനായിട്ട് ഒറിജിനിൽ 0, ഇവിടെ നിന്ന് ഇവിടം വരെ നമ്മൾ പ്ലോട്ട് ചെയ്യുക. ആ വാല്യൂ ആണ് സിഗ്മ 1. അപ്പോൾ സിഗ്മ 1 100 ആണെങ്കിൽ 10 സെൻറ്റിമീറ്റർ എടുത്തിട്ട് ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യുക. ആ പോയിൻറ്റിനെ ക്യാപിറ്റൽ A ആയിട്ട് എടുക്കുക. അപ്പോൾ സിഗ്മ 1 പ്ലോട്ട് ചെയ്തു, ഒറിജിൻ Oയും പ്ലോട്ട് ചെയ്തു. ഇനി അടുത്ത സിഗ്മ 3 പ്ലോട്ട് ചെയ്യണം. അപ്പോൾ സിഗ്മ 3 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സിഗ്മ 1-നേക്കാളും ചെറിയ വാല്യൂ ആയിരിക്കും. കാരണം സിഗ്മ 1 ആണ് മേജർ പ്രിൻസിപ്പൽ സ്ട്രെസ്, സിഗ്മ 3 എന്ന് വെച്ചാൽ മൈനറാണ്. അപ്പോൾ സിഗ്മ 3യുടെ വാല്യൂ സപ്പോസ് 50 ആണെങ്കിൽ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ അതിനെ 5 സെൻറ്റിമീറ്റർ ആയിട്ട് പ്ലോട്ട് ചെയ്താൽ മതി. അപ്പോൾ ഒരേ സ്കെയിലിൽ തന്നെ വേണം എടുക്കാൻ. സിഗ്മ 1 എങ്ങനെ എടുത്തോ അതുപോലെ തന്നെ ആയിരിക്കും എടുക്കാൻ, 5 സെൻറ്റിമീറ്റർ. അപ്പോൾ വീണ്ടും ഒറിജിനിൽ നിന്ന് റൈറ്റ് സൈഡിലേക്ക് 5 സെൻറ്റിമീറ്റർ പ്ലോട്ട് ചെയ്യുക. അതാണ് സിഗ്മ 3. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് സ്കെയിൽ എടുത്തിട്ട് 5 സെൻറ്റിമീറ്റർ എടുക്കുക. 5 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ഒരു മാർക്ക് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ ഇവിടെ മാർക്ക് ചെയ്തു, അതിനെ A എന്ന് കൊടുത്തു. അടുത്തത് ഇവിടെ മാർക്ക് ചെയ്തു, ഇതിനെ B എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ഒറിജിൻ കിട്ടി, B കിട്ടി, A കിട്ടി. ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ എയും ബിയുടെ മിഡ് പോയിൻ്റ് കണ്ടുപിടിക്കുക. എയുടെയും ബിയുടെയും മിഡ് പോയിൻ്റ് ആയിട്ട് C കണ്ടുപിടിക്കുക. എന്ത് ചെയ്യുക? സ്കെയിൽ വെച്ച് മെഷർ ചെയ്താൽ മതി. എയും ബിയും തമ്മിൽ എത്ര ഡിസ്റ്റൻസ് ഉണ്ടോ അതിൻ്റെ നേരെ സെൻട്രൽ പോയിൻറ്റിൽ C എന്നുള്ള ഡിസ്റ്റൻസ് മാർക്ക് ചെയ്യുക. ഓക്കെ, ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ക്വസ്റ്റ്യനിൽ ഒബ്ലിക് പ്ലെയിൻ എങ്ങനെയാണ്? ഒബ്ലിക് പ്ലെയിൻ ഈ ഹൊറിസോണ്ടൽ പ്ലെയിനുമായിട്ട് തീറ്റ ഡിഗ്രിയിലാണ് ഇൻക്ലൈൻഡ് ആയിട്ട് കിടക്കുന്നത്. എ ബി എന്ന് പറയുന്ന ഒബ്ലിക് പ്ലെയിനിൽ തീറ്റ ഡിഗ്രിയിലാണ് ഇൻക്ലൈൻഡ്. അപ്പോൾ നമ്മളതിനെ വരക്കാൻ വേണ്ടിയിട്ട് ഇതാണ് നമ്മുടെ ഹൊറിസോണ്ടൽ പ്ലെയിൻ അല്ലേ?
ഈ ഹൊറിസോണ്ടൽ പ്ലെയിൻ സെൻറ്ററിൽ നിന്ന് 2 തീറ്റ മാർക്ക് ചെയ്യുക. സെൻറ്ററിൽ നിന്ന് 2 തീറ്റ, ക്വസ്റ്റ്യനിൽ തീറ്റ ആയിരിക്കും, നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് 2 തീറ്റയാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സെൻറ്റർ പോയിന്റ് നമ്മൾ ഓൾറെഡി ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പോൾ ഹൊറിസോണ്ടൽ ഇവിടെ നിന്ന് ഒരു 2 തീറ്റ മാർക്ക് ചെയ്യുക. ആ 2 തീറ്റ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങോട്ട് വരക്കുക. അപ്പോൾ അതിനു മുമ്പ് ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അപ്പോൾ നമ്മൾ എ ഇതാണ്, ബി ഇതാണ്, സെൻറ്റർ പോയിന്റ് സി ഇതാണ്. ഇനി എന്ത് ചെയ്യുക, ഇത് വെച്ചിട്ട് ഒരു സർക്കിൾ വരക്കുക. എ ബിനെ ഡയമീറ്റർ ആക്കി വെച്ചുകൊണ്ട് സിനെ സെൻറ്റർ ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു സർക്കിൾ ആദ്യം വരച്ചിട്ടുണ്ടാവുക. ഈ സർക്കിളാണ് നമ്മുടെ മോർ സർക്കിൾ എന്ന് പറയുന്നത്. ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ സി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഹൊറിസോണ്ടലായിട്ട് എടുക്കുക. ഇവിടെ നിന്ന് 2 തീറ്റ മാർക്ക് ചെയ്യുക. 2 തീറ്റ മാർക്ക് ചെയ്തിട്ട് സിയിൽ നിന്ന് ഒരു സ്ട്രെയിറ്റ് ലൈൻ മുകളിലേക്ക് മാർക്ക് ചെയ്യുക. ഈ സ്ട്രെയിറ്റ് ലൈൻ നമ്മുടെ സർക്കിളിൽ ഏത് പോയിന്റിനെയാണോ കട്ട് ചെയ്യുന്നത്, ആ പോയിന്റിനെ ക്യാപിറ്റൽ ഡി എന്ന് മാർക്ക് ചെയ്യുക. ഇനി വളരെ എളുപ്പമാണ്. ഈ ഡി എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് വെർട്ടിക്കലി ഡൗൺവേർഡ്സ് ഈ ഹൊറിസോണ്ടൽ ആക്സിസിലേക്ക് ഒരു പെർപെൻഡിക്കുലർ വരക്കുക. 90 ഡിഗ്രി വെച്ചിട്ട് ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരക്കുക. അപ്പോൾ ഡി എന്ന് പറയുന്ന പോയിന്റും ഈ താഴത്തെ ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ലൈനും തമ്മിൽ ഒരു പെർപെൻഡിക്കുലർ വരക്കുക. ഈ വാല്യൂ ആയിരിക്കും നമ്മുടെ റിക്വയർഡ് ആയിട്ടുള്ള വാല്യൂ. ഓക്കെ, ഇനി ഈ പെർപെൻഡിക്കുലർ വന്ന് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റിനെ ഇ എന്ന് മാർക്ക് ചെയ്യുക. ഇനി അതുപോലെ തന്നെ ഈ ഡി എന്ന് പറയുന്ന പോയിന്റും ഒറിജിനുമായിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരക്കുക. ഇതായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ് സ്ട്രെസ്സിൻ്റെ വാല്യൂ. ഓക്കെ, അപ്പോൾ ഇനി വളരെ എളുപ്പമാണ്. നമുക്ക് കണ്ടുപിടിക്കാനുള്ള വാല്യൂസ് എന്തൊക്കെയായിരുന്നു? നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എ ബി എന്ന് പറയുന്ന ഈ ഒബ്ലിക് പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് സിഗ്മ, ഷിയർ സ്ട്രെസ് ടോ, ഇതിൻ്റെ ഇടയിലുള്ള റിസൾട്ടൻറ്റ് തീറ്റ, ഇതിൻ്റെ ഇടയിലുള്ള റിസൾട്ടൻറ്റ് 6, ഈ റിസൾട്ടൻറ്റ് നോർമൽ സ്ട്രെസ്സുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ബീറ്റ. ഇത്രയും വാല്യൂസാണ് നമുക്ക് പ്ലോട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് ഒ മുതൽ ഇ വരെയുള്ള ഈ വാല്യൂ ആണ് സിഗ്മ. ഒ മുതൽ ഇ വരെയുള്ള ഈ ഒരു വാല്യൂ ആണ് സിഗ്മ. അത് കറക്റ്റായിട്ട് അളന്നെടുക്കുമ്പോൾ ഇപ്പോൾ 8 സെൻറ്റിമീറ്റർ എന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ എടുത്തേക്കുന്ന യൂണിറ്റ് 1:10 ആണ്. അപ്പോൾ ഇൻറ്റു 10 ചെയ്ത് കഴിയുമ്പോൾ 80 എന്ന് കിട്ടും. 80 Nm² എന്നായിരിക്കും വാല്യൂ. അതേപോലെ ഡി മുതൽ ഇ വരെയുള്ള ഈ ഒരു ഡിസ്റ്റൻസ് ആണ് ഷിയർ സ്ട്രെസ് ടോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന 4 സെൻറ്റിമീറ്റർ ആണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 × 10 = 40 Nm² ആയിരിക്കും. ഇനി അടുത്തത് ഒ മുതൽ ഡി വരെയുള്ള ഈ ഡിസ്റ്റൻസ് എത്രയാണെന്ന് മെഷർ ചെയ്യുക. അതായിരിക്കും നമ്മുടെ റിസൾട്ടൻറ്റ്. ഇനി റിസൾട്ടൻറ്റും ഹൊറിസോണ്ടലുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിളായിരിക്കും ബീറ്റ. ഇതായിരുന്നു നമ്മൾ കഴിഞ്ഞ സെമ്മിൽ പഠിച്ച മോർ സർക്കിൾ. അതേ മെത്തേഡ് തന്നെയാണ് നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ ഇത്രയും കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് അടുത്ത ലെക്ചറിൽ മോർ സർക്കിൾ ഡീറ്റെയിൽ ആയിട്ട് വരക്കുന്നത് എങ്ങനെ, മോർ സർക്കിളിൻ്റെ ഫീച്ചേഴ്സ്, അതിൻ്റെ കുറച്ച് ഇക്വേഷൻസ് ഒക്കെ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു.